ആശുപത്രി പോകുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് കൂട്ടിരിക്കുവോ? ആ കുത്തി വെക്കുന്നു. വേണ്ട 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 അവിടെ ചേച്ചിയാ. അവിടെ ഇരിക്കാനടി കുഞ്ഞെ. ഉപ്പ് നോക്കാൻ വന്നല്ലേ? ഉപ്പ് ഞങ്ങൾ ഈ പ്രാവശ്യം നോക്കിക്കുന്നില്ല. ചായയോ? ഉപ്പ് നോക്കാൻ വന്ന ആള്. ഞാൻ ടി വി കണ്ടോളാം. ഓ നിങ്ങളിന്ന് ടി വി കണ്ടോ? നിങ്ങളെന്നാ ഞങ്ങളിപ്പോ വരും. മറുക കയറിയിരിക്കാൻ വേണ്ടി വെച്ചു കൊടുത്ത പൈപ്പ്. എടുക്കാൻ പോവാ. അവിടെ തന്നെ അല്ലെന്നേ, ഇവിടെ മുണ്ടക്കാലത്തെ ആശുപത്രി തന്നെ. അവിടെ അവിടെ തന്നെ എടുക്കാനായിരുന്നു. പിന്നെ ആഹാരം കഴിക്കാൻ പറ്റത്തില്ലേ? കഴിക്കുമ്പോ വേദന ഉണ്ട്. അതുകൊണ്ട് ആ പല്ലങ്ങ് എടുത്ത് കളഞ്ഞാലേ. ഒരെണ്ണം ഉള്ളു ഇപ്പം. എടുക്കാൻ പറ്റുന്ന ഒരെണ്ണം ഉണ്ട്. ബാക്കിയൊക്കെ ഇല്ല, എടുക്കല. ഒന്നേ ഉള്ളൂ. പിന്നെ കാണാം. അതുങ്ങൾ അതിലെ കൂടെ പോകത്തില്ലായിരുന്നു, പിന്നെയും വന്നല്ലോ. ഇത് 4 എണ്ണം ഉണ്ട്. ഇപ്പം എല്ലാം ഉണ്ടല്ലോ. കാല് വയ്യാത്തൊക്കെ ഉണ്ട് കണ്ടോ. വെള്ള, ചുവപ്പ്, കറുപ്പ്, പിന്നെ കാല് വയ്യാത്തത്, പിന്നെ തള്ള. അങ്ങനെ 5 എണ്ണം. ആ വെള്ളയൊന്ന് വെളുത്തല്ലോ, മഴ നനഞ്ഞാന്ന് തോന്നുന്നു. അവസ്ഥ മോശമായതുകൊണ്ട് ഞാനതിന് വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ഇച്ചിരി എനർജി വന്നിട്ടുള്ളത് കൊണ്ട് ഉണ്ടാക്കാൻ വരെ ഇന്നലെ ഇട്ടില്ലേ? എന്നിട്ട് ആ മഴമാണല്ലോ. ഇത് ബിജെപി ചേർന്നോ? കൊള്ളടിക്കാണ്. രണ്ടാമത്തെ കൊല്ലാണല്ലോ. മറ്റേ ക്വാളിറ്റി വന്നു. അതിന് വെള്ളമില്ലേ അപ്പം? അതിൽ അവിടെ ഒരു കോഴി എടുക്കും. ഹിന്ദിക്കാരല്ലേ? ആ പറയുകയൊക്കെ ചെയ്യാം പറയുന്നത്. ആണോ? കേട്ടില്ലേ? വീഡിയോ കോളാണോ? 7ാം ക്ലാസ് വരെ ഹിന്ദി പഠിക്കുന്നതാണ്. 7അല്ല 10 സോറി 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിക്കുന്നതാണ്. അല്ല അതല്ല ഇപ്പൊ ചോദിച്ചേ. അതല്ല അതെ, ഹിന്ദി പഠിക്കണം. നീ പഠിക്കാൻ പറ്റാനോ? എനിക്കങ്ങനെ താല്പര്യമില്ല. ഹിന്ദി എനിക്കറിയാം, ഞാൻ പുള്ളിയോട് സംസാരിക്കത്തില്ല. പുള്ളി ഹിന്ദിക്കാരനല്ലോ. പുള്ളി അല്ല അതല്ല ഞാൻ ചോദിച്ചേ. ഇമാര് മേളിലൊരു കുഴക്കണ്ട് കുത്തിയിട്ടുണ്ട്, തൊട്ട് മേളി. അതിന്റെ ഒരു സ്റ്റെപ്പ് മേളി. അവിടെ എന്നിട്ടപ്പം മോട്ടറും വെച്ചിട്ടുണ്ട്. അവിടെ വെള്ളം ഇല്ലേ? ഇല്ലാത്തോണ്ടായിരിക്കുമല്ലോ ഇവിടെ കുത്തത്. നീ ഇവിടെ? ഓ എന്നാ അമാര് കുഴക്കണ്ട്. ഓ നീ പറഞ്ഞില്ല അതിലെ കൂടെ വന്നതാണ്. അത് കുഴല് അല്ല കുഴല് അന്നേരം അങ്ങനെയൊക്കെ വലിയ അതിലും വലിയ സെറ്റപ്പിൽ നോക്കിയിട്ടാണല്ലോ ഒരെണ്ണം അടിച്ചേ.
ചിലപ്പോൾ എന്താണ് ഇവിടെ അത് നല്ല രീതിയിൽ കാശ് മുടക്കിയിട്ടുണ്ട്. പക്ഷെ ആ കാശ് മുടക്കി ഒരു സാധനം മടക്കി എടി ആ കുളം ഉണ്ടാക്കി കുളത്തിൽ വെള്ളം ഇട്ടിട്ട് മോട്ടർ വെച്ച് എല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ എന്നിട്ട് പക്ഷേ എങ്കിൽ അതൊന്നും എന്നിട്ട് വർക്ക് ചെയ്തില്ലെന്നുള്ള വേനൽക്കാലത്ത്. അങ്ങനെ ഉണ്ടാ പിന്നെ എന്നാത്തിനാ കൊണ്ട് പ്രയോജനമല്ല. ആ വണ്ടി നമ്മൾ എടുത്തോണ്ടോ പറഞ്ഞു. ശ്രീജിത്തിൻ്റെ അനിയൻ ആക്സിഡൻ്റ് ആയിട്ട് മറ്റേ ചിറ്റടി വെച്ച് കാറുമായിട്ട് വർക്കിന് പോയിട്ട് വന്നാങ്ങല്ല. ഐസിയില്ല മെഡിക്കൽ കോളേജ്. സീരിയസ് ഐസിയില. അത് ബോധം വന്നിട്ടില്ല. ബോധം ചെറുതായിട്ട് വരുന്നേ ഉള്ളൂ. കണ്ണൊക്കെ തുറന്നതേ ഉള്ളൂ. നീ മണ്ണിൽ മേളിൽ കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഇവിടെയാ വെട്ടം കണ്ടില്ലേ വീടിൻ്റെ അവിടെ നിന്ന്? നമ്മളെ വീട്ടിൽ കാണാമല്ലോ. ഇതിൻ്റെ പകുതിയാണ് മുകളിലോട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ ആദ്യമാണ്. ഇപ്പം ഒരു ഇത് ഉണ്ടല്ലോ, പാല കിടക്കുന്നുണ്ടല്ലേ, മുടങ്ങാണ്ട് പോയ ആളില്ലാത്തതുകൊണ്ട്. പിന്നെ അതവിടെ നിന്ന് കോട്ടയത്തുള്ള സാധനമല്ലേ? ആണോ? ആധാർ കൊടുത്താൽ മതി. എന്നാ വേണ്ടേ? ഹെൽത്ത് ഐ ഡി നമ്പർ വേണമല്ലോ. എല്ലാ രോഗങ്ങൾക്കും OP ടിക്കറ്റ് എടുക്കാൻ UHID കാർഡ് നിർബന്ധമാണ്. പല്ലൊന്ന് കാണിക്കാൻ വേണ്ടി വന്നോ? ശനിയാഴ്ച ഇല്ലല്ലേ പല്ല്? ഇനി തിങ്കളാഴ്ച ഉള്ളൂ. ആണോ? ശനിയാഴ്ച മാത്രമാണോ ഇല്ലാത്ത? ആ ആര് ആര് പറഞ്ഞു? ആണോ? നേഴ്സായിരുന്നോ? വളരെ ഈ സാധനം അടച്ചിട്ടേക്കോ? എന്നത് കയറി നോക്കിയാലോ?
നമ്മളൊന്ന് കയറി നോക്കിക്കോട്ടെ. എല്ലാ ദിവസവും ഉണ്ടോ? മഴയാണെങ്കിലും ഉണ്ടോ? അതെ. ഒന്നും വർക്കിംഗ് അല്ല, തുറന്നില്ല. എന്നാലും വൈകിട്ട് 5 മണിക്കാണ് നമ്മളിപ്പോൾ ഇതിലേക്കൂടെ വന്നപ്പോൾ ചുമ്മാ അവിടെ 2 നായ്ക്കുട്ടികൾ അവതരിപ്പിക്കുന്നു കോമ്പറ്റീഷൻ. സംഭവം മെഗാഫെസ്റ്റ്. ഇപ്പം ശനിയാഴ്ച പരിപാടിയില്ല, അതുകൊണ്ട് ഇന്ന് കുറച്ച് സാധനം ജയചാക്കാൻ പറ്റുന്ന സാധനമൊക്കെ മഴ ചെയ്യും. നിങ്ങൾ മറ്റേ ഒന്നുമില്ല എന്നാ പറഞ്ഞോ, എന്നാ പറ. നിങ്ങൾ മറ്റേ ഈ നട്ട് വെക്കുന്ന സാധനമല്ലേ? പക്ഷെ ഇവരുടെ പുള്ളിയുടെ അലങ്കാരം ഇതാണ് കേട്ടോ, മറ്റേ നട്ട് വെക്കുന്ന മുടി വെക്കുക. നമുക്ക് താല്പര്യമില്ല അല്ലേ? അതല്ല പഠിക്കുന്നുണ്ടോ? മുറിഞ്ഞിരിക്കുന്നു ആ ചോദിച്ചേ. പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ വൺ സൈഡ് ബ്ലേഡ് ഇല്ല, അത് വെച്ച് പഠിക്കുന്നത്. അത് അവള് തന്നെ ചെയ്തത്. ഇന്നത്തെ ഇതാ ഐഡന്റിറ്റി ഇതാ, കുഴപ്പമില്ല. അങ്ങനെയല്ല, ചെറിയ കേസൊക്കെ തരണ്ടേ? ഏട്ടലാണോ? ആ അത് തന്നെ. ഞാൻ വിളിച്ചോളാം. കാരണം ഞങ്ങളുടെ ഹയറിംഗ് ജോലിക്ക് വരുന്നത് ഇവിടെയാണ് ഇപ്പോൾ വീണ്ടും. കാരണം യാത്ര ചെയ്യാൻ ലോക്കൽ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ലോക്കലിൽ നാട്ടിൽ പോകും. പോവാണേ. എന്താ ഇവിടെ 3 കിലോ 100. എടുക്ക. കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചു. ഉരുളക്കിഴങ്ങില്ലായിരുന്നോ? ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങോ? 3 കിലോ. ആ മുളക് 20 രൂപയ്ക്ക്. 1/2 കിലോ ഇഞ്ചി, 1/2 കിലോ വെളുത്തുള്ളി, 1.5 കിലോ ഉരുളക്കിഴങ്ങ്, 3 കിലോ സവാള, 2 കിലോ ഉള്ളി. പോരെ? തണ്ണിമത്തം വേണ്ട. അതെന്നാ ബൈ തുറന്നു. കാരണം തുറക്കാത്ത നേരം വെളുത്ത് കാണത്തില്ല. കുറച്ച് അപ്പം ഇരിപ്പുണ്ടായിരുന്നു, അത് എടുത്തോണ്ട് വരാൻ വേണ്ടിയാണ് വിളിച്ചെന്ന് പറയാം. നമ്മളെ വിളിച്ചായിരുന്നു അവിടെ. ഞാൻ അപ്പുറം വരെ പോയിട്ടില്ല.
തിരിച്ചു കാണിച്ചേ. ഇന്നലെ അവിടെ എടുത്ത് വെച്ചായിരുന്നല്ലോ. ഇന്നലെ എടുത്ത് വെച്ചാന്നേ. ഇതിന് ഇത്രേ സാധനം ചേട്ടാ. ഇല്ലെന്ന് നടക്കാൻ പോവാ, ചുമ്മാ പറഞ്ഞാ നടക്കാൻ പോവാണ്. ഞാൻ എടുത്തോളാം അതൊക്കെ ഞാൻ എടുത്തോളാം. നീ ക്യാമറ പിടിച്ച് അതാ ചാക്കിനകത്തിട എല്ലാം കൂടെ. ആ ചാക്കിനകത്തിട്. തല ചുമക്കാം. ഞാൻ ഇവിടുന്ന് തുണിയും ചുമന്ന് തല ചുമന്നുണ്ടല്ലേ പോന്നേ. അന്നേരം കുഴപ്പമൊന്നുമില്ലല്ലേ. ഓക്കെ ഓക്കെ. എന്നാ അത് ഞാൻ പിടിക്കാം കേട്ടോ. വേണ്ട, ഞാൻ എടുത്തോളാം. ആരാ പറഞ്ഞേ? അതെന്നും ഉണ്ട്, ശനിയാഴ്ച അല്ല ഇല്ലാത്തുള്ളൂ. ഓ പരിപാടിയൊന്നുമില്ല, ചെറുതായിട്ട് കഴിഞ്ഞു. ഇവിടെ അത് ഇതിനകത്ത് വെള്ളമില്ല. നീ അവിടെ ഒരു കുഴക്കം കടിച്ചില്ല? ഇല്ല, ചെറിയ അടിച്ചാൽ അതിനകത്ത് ആദ്യത്തെ വർഷം ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പം ഇല്ല. കുറവാ, തീരെ കുറവാ. ആ കുളത്തിന്റെ സൈഡിൽ കൂടി എന്നൊരു ഒരു വെയിൽ പോലെ കെട്ടിയിലുണ്ടല്ലോ. അതിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു പട്ടി പോയി, ഞാൻ എടുത്തു വിട്ടോണ്ടല്ലേ ഇപ്പൊ ചത്ത കഴിഞ്ഞാൽ ആ കുളത്തിൽ. ഒരു പട്ടിക്കുഞ്ഞ് പോയി, അതിനകത്ത് കിടന്ന് നല്ലപോലെ വെള്ളം കുടിച്ച്. കുറച്ച് കാർച്ച് കേട്ടാ നോക്കിയത്. ഞാനില്ല, പിന്നെ ചാടിച്ചെന്ന് നോക്കിയപ്പോഴത്തേനും അതിനകത്ത് കിടക്കുന്നത്. പിന്നെ ഇറങ്ങി അതിന് വന്ന് ഒരു കയറിട്ട് വലിച്ചു പൊക്കി എടുക്കുമായിരുന്നു. നമുക്ക് ഇറങ്ങാൻ പോലും പറ്റത്തില്ല അതിനകത്ത്. അതെ, നമുക്ക് ആവശ്യമായിട്ട് എടുത്താൽ മതി. വെള്ളത്തിന് ഇതുപോലെ എൻ്റെ ഒരു ചെറിയ കുളമുണ്ട് എനിക്ക്. ഓലിയല്ല, അല്ലാതെ നമ്മൾ പടുത വെച്ചൊരു ഇത് കുത്തിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് വെള്ളം കിട്ടുന്നുണ്ട്. കിണറുണ്ട്, കിണറ്റി വെള്ളമുണ്ട്. ആ കുടിക്കാനുള്ള അതിൽ നിന്ന് കിട്ടും. അതാരാ? പോണേ. ചൂടാക്കണം. നാരായണനോട് വരാൻ പറ. ഞാൻ കുളിക്കാൻ വെളി ഇറങ്ങില്ലോ. വേണ്ട, ഇതെടുക്കാന്നോ? ഇങ്ങോട്ട് വാ. അല്ല അവിടെ കൂടെ വേറെ ഒരെണ്ണം പിടി. ഇതിനെ എവിടെ നിന്ന് കിട്ടി? ഇതിട്ടോണേ, പഠിച്ചിട്ടോ. ഇതെന്നടി അതെങ്ങനെ? അതവിടെ ഈ പിള്ളേരെങ്ങനെ ഊഞ്ഞാലാടുന്നേ? ആളുണ്ടെന്ന് വെച്ചു കുറച്ചകത്തേക്ക്. ഒക്കെ പോയി മണ്ണിരിക്കുന്നു. ആരും കുളിച്ചല്ലേ? അതിനെ കുളിപ്പിച്ചില്ല? ഇല്ല. അപ്പൊ ഒന്നും കഴിച്ചില്ല? ഇല്ല.
ഇവിടെ കുളിപ്പിച്ചില്ലേ? ശ്യാമയുടെ കൂടെ കിടക്കുള്ളൂ. എത്ര നേരമായി ശ്യാമയുടെ കൂടെ കെട്ടിപ്പിടിച്ചിട്ട് രാവിലെ ഒരു വർഷം കൂടി കാണുമോ ചെയ്യാൻ? ഒരു വർഷം കൂടി കാണുമോ ചെയ്യാൻ? എന്നെ പട്ടിക്ക് ഇത് തന്നെ ഒന്ന് പിടിച്ചു നോക്കി. എന്തോ ഇതുപോലെ മേടിച്ചോണ്ടേ. അത് തന്നല്ലോ അവരോട്. നമ്മള് വായിച്ച് തരാനാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അത്ര ദിവസം വെച്ച് 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 ഇങ്ങനെ കൊടുക്കണ്ടേ. ചൂടാക്കിയാൽ മതി. നിങ്ങൾ തന്നെ ഇല്ലല്ലേ? ലോൺ എടുത്തു. ഇന്ന് സാധനങ്ങൾക്കൊക്കെ വിലക്കുറവായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ വെച്ച് 1/2 കിലോ ഒക്കെ മേടിച്ചു. ഇത് സാധനം 1/4 കിലോ മേടിക്കണം. 1/2 കിലോ മേടിച്ചു. 1/2 കിലോയ്ക്ക് 60 രൂപ. ഇഞ്ചിക്ക് 40 രൂപ 1/2 കിലോയ്ക്ക്. ഉരുളക്കിഴങ്ങിന് 1 കിലോയ്ക്ക് 3 കിലോയ്ക്ക് 100 രൂപ. സവോളയ്ക്കും അത് സെയിം. പിന്നെ ഉള്ളിക്ക് 1 കിലോ ഉള്ളി എന്ത് ചെയ്യും? ഉള്ളിക്ക് 1 കിലോയ്ക്ക് 50 രൂപ. അതുകൊണ്ട് അതും 2 കിലോ മേടിച്ചു. കഴിക്കുന്ന വീഡിയോ അതിനെ പിന്നെ ക്യാൻസൽ ചെയ്യാൻ ഞാൻ അറിയാം. ഇതായിരുന്നോ? ഞാൻ അതാ പൊടിക്കാൻ സാധനം പൊക്കെ. ഞാൻ പറഞ്ഞല്ലോ കണ്ടു തരാമെന്ന്. പിന്നെ എന്തിനാ ഇത് മേടിച്ചേ? അതുകൊണ്ട് പോയിട്ട് കണ്ടുപിടിക്കും. ഇത് നല്ല അതിന്റെ എത്ര നാളായ കാണാം. അതിന്റെ ഇതെല്ലാം പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ മേടിച്ചു. നല്ല സാധനം. ഇതിന്റെ ഈ സംഭവം എല്ലാം പോയി കഴിഞ്ഞാൽ അടി കിട്ടും. നല്ല ബലമുള്ള കാണാം. ഓക്കെ. ഒരു ട്രിപ്പ് കഴിഞ്ഞ് അടുപ്പേ ഇരിക്കുന്നു. അടുത്തതിനുള്ള ഇതൊരെണ്ണം അടുപ്പ് ലാസ്റ്റ് വെന്ത് വരുന്നേ ഉള്ളൂ. കറിയാ, ചോറ്, കപ്പ. കപ്പയായി. രണ്ടാമത്തെ കറി കയറ്റി. ചോറ് വെന്തുകൊണ്ടിരിക്കുന്നു. ജയ വെള്ളം കുടിക്കുന്നു. ഒച്ചയോ? എന്ത് വെച്ച് നോക്കുന്നേ? നീ പയ്യ സമയം പോകാതെ ഇളക്കി അങ്ങ് തിന്നാൽ മതി കേട്ടോ. അങ്ങനെയുണ്ട്. എനിക്ക് എന്തൊക്കെയാ തന്നേക്കുന്നവര്? എക്കോ സ്കാനിങ്, പിന്നെ അല്ലാതെ എക്സ്റേ. 12 മണിക്ക് 1 മണിക്ക് കോഴി പോകും. നമ്മുടെ ചാറ്റമഴ. ചന്തയ്ക്ക് വിളക്ക് തന്നിട്ട് എൻ്റെ പണി അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനി പട്ടിയുടെയും കൂടെ ശരിയാക്കി വെക്കണം. നമ്മുടെ ഒരു പ്ലാവിൽ നിന്ന് ഈ വർഷം ആദ്യം പറിച്ച് നിർത്തുക. നമ്മുടെ പ്ലാവിലെല്ലാം മുകളിലായിരുന്നുകൊണ്ട് പറിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതിപ്പോൾ ഒരെണ്ണം പറിച്ചപ്പോൾ അത് പഴുത്ത് വരിക്കുക. വരുന്നോ?
വിളിച്ചാ അത് എന്ത് കാര്യത്തിലാ? ഞങ്ങളൊന്നും ഈ വീട്ടിലല്ലേ? എന്റെ അപ്പം വരുന്നതൊന്നും പഴമല്ല ചക്കയാ. ചക്ക. നല്ല മധുരം. എന്നോ ഈ അലമ്പ്. ചക്ക വേണ്ട. നിനക്ക് ചക്ക വേണ്ട? പിന്നെന്താ കരയുന്നേ? ഒരു പാത്രം എടുക്കാവോ നാരായണി? ഒരു ചെരുവം നമുക്ക് അടത്തി ഇട്ടാം. ചേച്ചാച്ച് വിരുമ്പ് കൊടുക്കാമല്ലോ. ആ ചെരുവ് ഇടും. പേപ്പർ വല്ലതും എടുത്തിട്ട് നമുക്ക് ചക്കപ്പഴം ബീഫ് കൂടെ കഴിച്ചാലോ? മറ്റേ സാധനം ബീഫും കൂടെ കഴിക്കുന്നു. മോന്തയിരിക്കുന്നുണ്ടോ? മോന്ത കലിപ്പാ, ഫുൾ ടൈം കലിപ്പ്. എന്റെ ചേച്ചിക്ക് കടലാസ് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ അതെല്ലാം ഇറക്കി വിളിക്കും. ഓക്കെ. കുട എടുക്കും, അതും ചെയ്യല. ചിലപ്പോഴാണ് അവൻ്റെ കുടയും മേടിച്ചിട്ട് വരും. ഏത്തക്കപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെയാണെന്നറിയോ? എൻ്റെ പൊന്നെ ഒരു മുട്ട ഏത്തക്കകത്ത് വെള്ളല്ലേ ഈ ശർക്കര ഇതൊക്കെ വെച്ചു. അത് സൂപ്പറാണ്. 30 രൂപ പറഞ്ഞുണ്ടാക്കിച്ചാ. നമ്മൾ കഴിച്ചിട്ടില്ല. അത് നമ്മൾ സാധാരണ ഇത് വത്സം വെച്ചു അതുണ്ട്. പക്ഷെ അതിന് മത്സരം ഏത്തക്കകത്ത് അമ്മ ഒരു തിന്നിട്ട് അമ്മയ്ക്ക് അത് വേണ്ടാഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ? ഇത് കേക്ക് അത് ഞാൻ കെട്ടുന്നു. അത് വേറെ എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര മിക്ക ഉള്ളിടത്തും അത് കിട്ടുന്നുണ്ടോ? തരുന്നുണ്ട്. നല്ല മഴക്കാറ്. അങ്ങനെ ആക്ഷേപിക്കാം. ബോഡി ഷേമിങ് അടിച്ച് മോശമല്ലേ? നാരായണ കൈയുടെ കൊച്ചിന് വാങ്ങിക്കുന്ന വണ്ണമില്ലേ? പിന്നെ അതല്ല നാരായണ കൈയുടെ വണ്ണം പറഞ്ഞത്. അവളെ മാല നനിക്കണ്ട. പിന്നെ ഇനിയിപ്പോ അവള് മാല വിടാൻ പോകുന്നില്ല. ഇനി മാല വിടേണ്ട ആവശ്യമില്ലല്ലോ. സ്കൂളൊക്കെ കഴിഞ്ഞു, സ്കൂൾ ടൈം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം സ്കൂളാണെങ്കിലും നമുക്ക് വല്ലവരെ മാല ഇട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അവിടെ മാല അവിടെ കേട്ടോ. അവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ടേ, ക്ലൗഡുണ്ട്. ഇങ്ങോട്ട് വന്നില്ല. മുണ്ടൊക്കെ എത്തുമ്പോൾ എന്നെ വിളിക്കുവാണെങ്കിൽ, ഓട്ടോയിൽ കയറുന്നതിന് മുന്നേ വിളിക്കുവാണെങ്കിലേ അവരോട് പാലെടുത്തോ ഫ്രണ്ടിലോട്ട് നിൽക്കാൻ പറയാം. അപ്പോൾ ഓട്ടോയിൽ നിന്ന് മേടിച്ചാൽ മതിയായിരുന്നു. 26 ഇല്ല. ഓട്ടോ ആരുടെ അടി? ഇല്ലില്ല. വരുവടി. മഴയുടെ അരപ്പ് കേൾക്കുന്നുണ്ട്. ഇപ്പോഴത്തെ എത്തി. ഇനി ഒരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് ഇവിടെ എത്തും. വന്നുകൊണ്ടിരിക്കുക ഇങ്ങോട്ട്. ഓ വേണ്ട. എവിടെയാ? ടോയ്ലറ്റിലാണോ? ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പറയാണ് എൻ്റെ കൂടെ വരാനുള്ളവർക്കെല്ലാം വരാമെന്ന്. ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എത്തി. നല്ല അരപ്പ്. ഇടിയൊക്കെ ഇടിയൊന്ന് അകത്ത് പോകണം. വരുമെന്ന് വിചാരിച്ചു നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നത്. മര്യാദയ്ക്ക് വിടുന്ന കഴിക്കാം. മഴ വരുന്നുണ്ടോ? മഴ വരുന്ന ഒച്ച കേൾക്കാൻ ഭയങ്കര രസമല്ലേ? മഴ വരുന്നതിന് മുമ്പ് അവിടെ എല്ലാം മൂടി വരുന്നുണ്ടേ. ആദ്യം കാറ്റാ വരുന്നത്. നല്ല മഴയാന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ഒച്ച, ഭയങ്കര സൗണ്ട്. ബീഫ് ഫ്രൈയോ?
ഉണ്ട് പകുതി തിന്നോളൂ ആ പഴം. ഏയ് എന്നാ നീ ആ ചക്ക എടുത്ത് തിന്നടി ശാമ്പോ. അമ്മ എന്നെ മേടിക്കാന്നാണ് പറഞ്ഞേ. ചെയ്തു വരുന്നു. എപ്പോഴെവിടെ താക്കാൻ തുടങ്ങി. ഇവളതൊക്കെ പറയടി, അതൊന്നും കേട്ട് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡി ചക്ക തിന്നടി, കുരു കളയ. അവൾ അല്ലെന്നേ, അവൾ മാറിപ്പോയി ഇട്ടത്. ചക്കക്കുരു വായി വെച്ചിട്ട് ചക്ക എടുത്ത് കളയുക. എമ്പുരാന്റെ ശാമമുണ്ട്. പാലക്കേറി കാറാം പിന്നെ കാണാൻ കടുവേന മൂടാവതയില്ലേ താത്താടെ മീനെ പോയേ പിന്നെ കാണാൻ തെയ്യ തക്കുന്നു ഇതോം തോം തോം അങ്ങനെ അവിടെ നിന്നാ ശക്തമായ മഴ ഇവിടെ എത്തിയില്ലോടി. ശക്തിയുള്ള മഴ ഇങ്ങോട്ട് വന്നില്ല. പോയില്ല, അവിടെ പെയ്യുന്നുണ്ട് ഇന്ന്. മഴയ്ക്ക് വലിയ ശക്തിയൊന്നുമില്ല. കാറ്റാച്ച് വരാറായി. ഓ, നീ അവിടെ പോയി നോക്കി, ഇതാണ്ട് കുടയിരിക്കുന്നു. ഇല്ല, അവിടെ ഉണ്ടാക്കാൻ മതി. ചേച്ചാച്ചി വന്നോ ചാച്ചാച്ചി വന്നോന്ന് വിളിച്ചു ചോദിച്ചോണ്ടിരിക്കുവോ അവള്. അതന്നല്ല, അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് വരണമെന്ന്, ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് പോകണമെന്ന്. അവർക്ക് തടങ്ങിയിരിക്കുകയല്ലേ. നല്ല മഴയാ, അത്യാവശ്യം ഇടിയുണ്ട്. അവിടെ ഉണ്ടോ? ഞാനെന്നാ ഒന്ന് വിളിക്കട്ടെ. കാറ്റാണല്ലോ. മഴയുടെ കൂടെ കാറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ മരം വീഴും.
എന്നാപ്പാ ചേച്ചാച്ചി വരൂടി, നിന്നെ വെളിയിലാക്കി എല്ലാരും വാതിലടച്ചോടി. ആ വരും, നോക്കട്ടെ, ഞാൻ പോയി നോക്കാം. വരുന്നുണ്ടോ നോക്കട്ടെ. ഇല്ല, നല്ല മഴയാ, ഇടിയുണ്ട്, നല്ല ഇടിയുണ്ട് കേട്ടോ. പുള്ളി എല്ലാം കൂടെ കൂടിയോ. നല്ല മഴ. ആ അവിടെ നല്ല വെയില്, അന്നേരം വെയിലായിരുന്നു, പെട്ടെന്നാ നല്ല വെയിലും ഒരു ഒന്നുമില്ല. പാലുണ്ടെന്ന് നോക്കി. എങ്ങനെ നനഞ്ഞേ, എങ്ങനെ നനഞ്ഞേ, എങ്ങനെ സ്റ്റാൻഡിലൊക്കെ ബസ് ഇറങ്ങിയപ്പോ അല്ലേ? സ്റ്റാൻഡ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ഓട്ടോ കയറാൻ നേരം, പിന്നെ പാല് മേടിക്കാൻ ഇറങ്ങിയപ്പോൾ അങ്ങനെ പാല് നിർത്തിച്ചിട്ട് ഞങ്ങളെ വിളിച്ച ആ പുള്ളിക്കാരുടെ ഇൻകം കൂടെ കട്ട് ചെയ്തിട്ടോ, കട്ടായി വെക്കോ അതല്ലേ ചേച്ചിയുടെ ഇതില്ല സാധനം. ഒരു തുണി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു അമ്മയുടെ പഞ്ചായത്ത് കേട്ടോ, അത് കുട്ടിക്കാരുടെ ഞങ്ങളുടെ കൊണ്ട് ഡിജിറ്റലായിട്ടാണല്ലോ ഇടി വെട്ടുന്നത്. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അവിടെ പോയി തീർന്ന്. അവിടെ ഇരിക്കാം. ഞാൻ കുറേ ഓയിൽ കൊണ്ടുവന്നു. ഓയിൽ വറക്കാൻ അവിടെ ഞാൻ അടുത്ത് നോക്കിയിരുന്നു.
ഈ ശ്യാമമ്മയുടെ അടുത്ത് അടിക്കുന്നതാണെങ്കിൽ എൻ്റെ അടുത്ത് പറയുന്നതാണ് എനിക്ക് സങ്കടം വരുന്നത്. ഞാൻ പറയും ഇത് ആനടപ്പറ്റാ പിന്നെ അടയുണ്ടോ മതി അട തരട്ടെ. ആ ഏതൊക്കെ അടുത്ത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഞാനത് പറയാൻ വന്നാ മടുത്തോ കൊച്ചു മടുത്തോ എല്ലാ പൊട്ടപ്പറ്റ എല്ലാ ഇവിടെ മഴയെല്ലാം കഴിഞ്ഞ് സൂര്യനൊക്കെ വന്നിട്ടുണ്ട് വൈകിട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങനെ. നല്ലോണം പഠിപ്പിക്കും കേട്ടോ. എൻ്റെ കൊച്ചിനെ പഠിപ്പിച്ചോണ്ടിരുന്നല്ലേ. പിന്നെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ആ ആ ഇതില്ല ചോദിച്ചോണ്ടിരിക്കുക മറന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മൊബൈൽ എടുത്തിട്ട് അവിടെ നിന്നെ ചോദിച്ചോണ്ടിരിക്കുക ആരാ ഞാൻ തന്നെ വരുമോ എന്ന് വെച്ചിട്ട് അവസാനം ഞാൻ മറന്നിട്ട് ഫോൺ ചെയ്ത അവിടെ ഇരിക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ പറ്റില്ല മൂലക്കൊരു എവിടെ രണ്ടിടത്തോടെ ഉണ്ടോ ബലം പിടിച്ചാൽ താഴെ പോകും. എന്നോട് ശേഷം സുഖമാണോ? നീ ശ്യാമളമ്മയെ കാണാൻ പറഞ്ഞു വന്നാണോ അവന്? ഓ ഇവരിപ്പോ കണ്ടിട്ട് ഒത്തിരി നാളായെന്നൊക്കെ. അമ്മ അമ്പാറല്ലേ അമ്മാരാണ് നീ ഇപ്പോഴും ദർശനമാണല്ലേ കോഴിക്കോട് സ്കൂളല്ലേ. എന്റെ കൊച്ചിന് അവിടെ സയൻസ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ വിടത്തില്ല. സ്കൂള് നല്ല കൂടാ പിന്നെ